എൻ്റെ സൈഡ് കേൾക്കാണ്ട് ഞാൻ ഒരക്ഷരം ഇപ്പം വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഞാൻ അവരെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറയാണ്ട് ഞാൻ പറയാം ഞാൻ നിരപരാധിയാണ്. എത്ര ആൾക്കാർ വിശ്വസിക്കും? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറും, എല്ലാ കഥ മൊത്തം മാറും. ഓക്കെ, അത്രയും പ്രൂഫുകളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ ഒരക്ഷരം ഉണ്ടാണ്ട് ഞാൻ ചോദിക്കുക, ഞാൻ ഒന്നും ഒരു പ്രൂഫ് ഇവിടെ വെക്കുന്നില്ല, ഒന്നും ഇതാക്കാണ്ട് ചുമ്മാ ഞാൻ ഇരുന്ന് ചോദിക്കുക, എത്ര ആൾക്കാർ ഞാൻ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഒരു ഉറപ്പ് അറിയില്ല, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ ഇത് തീരുന്നതോടുകൂടി തീരുമാനമാവടാ, ഈ ലൈവ് തീരുന്നതോടുകൂടി കാര്യങ്ങൾ തീരുമാനം. എനിക്ക് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആരുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ പേടി വരിക, ഇവൻ ചതിക്കോ, ഇവനാണോ ചതിയൻ, ഇവൻ ഇതാക്കി, ഇവൻ ഒമ്പിക്കും, ഇവൻ എന്നെന്തോ പണിയുന്നുണ്ട്, ഇവൻ എന്നെ കൊല്ലും, ഇവനക്ക് വിഷം തരും. ഇങ്ങനെ ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ എൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കടാ. 3 മാസം ഇവര് അത്രയും ഡാർക്ക് തന്ന് പോയതിനു ശേഷം ഞാൻ ഈ വീട്ടിലില്ലേ ഒരു ഹൊറർ സിനിമ പോലെ എനിക്കിങ്ങനെ ഇതാണ്. ഇവരെല്ലാ ദിവസവും കൂടിയിരിക്കുന്ന ഒരു സ്ഥലമെല്ലാം മുകളിൽ ബാൽക്കണിയിൽ. ഞാൻ ഇങ്ങനെ ആടെല്ലാം പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഡാർക്ക് അടിക്കും. കാരണം എന്നോട് ചിരിച്ചും കളിച്ചും നിന്ന ആൾക്കാർ ഞാൻ താഴെ റൂമിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകുമ്പോൾ എന്നെ കൊല്ലാനുള്ള പ്ലാൻ ഇടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ ഡാർക്ക് അടിക്കും, മനസ്സിലായോ? ഷമീർ സിസ് മാരേജ്, എന്ത് സിസ് മാരേജടാ ഇത്? ഞാൻ ഒരു കാര്യം പറട്ടെ, ഓന്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് മൊത്തം ചെലവ് നോക്കി ഞാൻ നടത്താന്ന് പറഞ്ഞതാ, മനസ്സിലാ? ഓന്റെ പെങ്ങളെ മൊത്തം നടത്താന്നല്ല, അതിന്റെ മൊത്തം ചെലവ് ഓൻ എന്തിടണോ ആ വീട്ടിൽ ഓന്റെ പെങ്ങളെ കല്യാണത്തിന് ഓൻ എത്ര പൈസ ഇടണോ അത് മൊത്തം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതാ. അത് മൊത്തം എന്റെ വകാന്ന് ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞതാ. ഇവൻ ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിട്ട് ഇത് ഞാനൊരു കാര്യം പറയാം. ഈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഷമീർ പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പറഞ്ഞ എൻ്റെ ഇത് കാണിച്ചിട്ട് പോയി. ഞാനും നന്ദനയും കൂടെ നിൽക്കുന്ന ഫോട്ടോ അറിയാണ്ട് കാണിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പക്ക ചേട്ടത്തരം. ഞാനൊരു കാര്യം പറയാലോ, ഞാൻ ഉള്ള പോലെ പറയാം. ഞാൻ കുറച്ചു കാലമായിട്ട് ഒരാളായിട്ട് റിലേഷൻഷിപ്പിലാണ്. കാണിച്ചരാടാ നാറി, എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാം. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എന്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇതൊക്കെ പ്രൂഫ് ഞാൻ ഇപ്പൊ കാണിക്കും. ഓക്കെ, അത് ഓന്റെ യൂട്യൂബ് എടുത്തിട്ട് ഓനോട് ലൈവിൽ പറയണം, നിന്റെ യൂട്യൂബ് എടുത്തിട്ട് ഹിസ്റ്ററി കാണിക്കണം, നിന്റെ പേയ്മെന്റ് ഹിസ്റ്ററി കാണിക്കണം. നിങ്ങൾ ചോദിക്കണം ഗൈസ്, നിങ്ങൾ ചോദിക്കണം. അത്രയും പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും എന്നെ കള്ളാണോ വിളിക്കുന്ന ആൾക്കാർ, മനസ്സിലാ? എന്നെ കള്ളാണോ വിളിക്കുന്നത്. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിംഗും എടുക്കുന്നതാ. പല ബിസിനസ് മീറ്റിങ്ങിനും പോകുമ്പോൾ ഞാൻ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഞാൻ കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്തു, പക്ഷെ ഇടയ്ക്ക് എനിക്ക് കുടിക്കേണ്ട വന്നു. ശരിയാണ്, ഒരു തുള്ളി കുറച്ച് എനിക്ക് കുടിക്കേണ്ട വന്നു ഇടക്ക്. തന്തരാതെ റൂമിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയാക്കാൻ അനക്ക് അത്ര തന്തുണ്ടെന്ന് ചോദിച്ചിട്ട് മമ്മു അല്ല എന്തിനാ അടിയായത് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആടെ അവര് കഞ്ചാവ് ഉപയോഗിച്ചതിന് ഞാൻ ചോദ്യം ചെയ്തതിനാണ് എന്നെ പിടിച്ച് നിനക്ക് അത്ര തന്തുണ്ടെന്ന് എന്നോട് അടിയാക്കിയത്. എന്നിട്ടോ ആ പ്രശ്നങ്ങൾ മൊത്തം ഇപ്പോ ലാസ്റ്റ് പ്രൊഡ്യൂസർ ആയിട്ട് ഇതായത് ഞാനല്ലേ കൊടുത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് പ്രൊഡ്യൂസറോട് സമാധാനം പറയേണ്ടി വന്നത്. 1.5 ലക്ഷം രൂപ കുത്തിപ്പിടിച്ചു വാങ്ങിയത്. ഒരു പെണ്ണിനാ അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇവളെന്തോ ചിരിച്ചു കാണിക്കുക, എന്തോ ഫ്രണ്ട്ലി ആയി. ഇവള് നമ്മളെല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കമ്പനി അയച്ച് നിൽക്കുമ്പോൾ എന്തോ ഇവനോട് നല്ല എന്തോ രീതിയിൽ എന്തോ കമ്പനി ആയതോ ചിരിച്ചു കാണിച്ചപ്പോൾ ഇവൻ കൈ പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. മൊത്തം സീനായില്ലേ. എന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രം ആ പെണ്ണ് കേസിന് പോയില്ല. ഓക്കെ, എന്നെ ഇങ്ങനെ ഭയങ്കര പുച്ഛത്തോടുകൂടി പഠിക്കാനൊന്നും കയ്യിലും അതൊരു കളി കളിക്കട്ടെ അങ്ങനെ എന്തോ ഒരു സാധനം ഇവൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കൺട്രോള് പൊട്ടി കൊടുത്തു. മുഖത്തൊരു ചവിട്ട്, മുഖത്തോ തലക്കോ ഇവിടെയോ സൈഡിലോ എവിടെയോ ചവിട്ടിയത്? ഇവിടെ ഒരു ചവിട്ട്. ഓക്കെ, ഇവിടെ ഒരു ചവിട്ടി ഉള്ളതുള്ള പോലെ ഞാൻ പറയും. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ. ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? നിങ്ങൾ ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടനിൽ ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ, മനസ്സിലായോ? നീ ഷഡ്ഡി കഴിച്ചിട്ട് നിന്റെ ജോലിയാടാ നായിന്റെ പോലെ, നിന്റെ ജോലിയാടാ അത്. നിന്നെ ഇത്രയും കാലം തീറ്റിപ്പോയിട്ട് ഇത്ര പൈസ എന്റെ കൊണ്ടുപോയടാ നീ.
എന്നാ പറയടാ, നീ ഞാൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയണ. ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ പണിഞ്ഞവന്മാരോട് പറയാനുള്ളത്, മറക്കൂല മോനെ, മറക്കൂല. ഓക്കെ, ഇപ്പം ഞാൻ ഇന്നെല്ലാം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം എൻ്റെ തലയിൽ വരും. ഓക്കെ, പക്ഷെ വൺ ഡേ ബ്രോ, വൺ ഡേ മരണത്തിനേക്കാളും വലിയ ശിക്ഷ നിനക്കെല്ലാം ഞാൻ തരാൻ പോകും. മനസ്സിലായി? നിന്നൊന്നും കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലാ? അതിനേക്കാളും വലിയ വേദനകൾ ഞാൻ തരും.